1000 പേരെങ്കിലും തൃശ്ശൂർക്കാരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. ചേട്ടാ ഇങ്ങ നിറയെ പേർക്ക്. ആദ്യം ഒരാൾ വന്ന് താമസിച്ചു, അയാൾ പിറ്റേന്ന് രാവിലെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ എപ്പോഴോ വേറൊരാൾ വന്ന് താമസിച്ചു, അയാളും രാവിലെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഇവിടെ ഒന്നാമത് വൈൽഡ് ആനിമൽസ് ഉണ്ട്, രണ്ടാമത് പ്രേതമുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ചേട്ടൻ രാത്രി ഒന്നും പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞു. എന്നാലും ഞാനും ഈ പെൺകുട്ടിയും ഇങ്ങനെ രണ്ടുപേരും കണ്ണിൽ നോക്കുകയാണ്. അവരവിടെ നിന്ന് കുറച്ച് വടിയെടുക്കുന്നു, കുറച്ച് കല്ലെടുക്കുന്നു. ഇതെല്ലാം എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ എനിക്ക് ഇന്ന് വരെ അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ്, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ബസ് സ്റ്റാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിറയെ ആനയും കാട്ടുപോത്തുമാണ്. കാരണം ഈ കാടിനകത്താണല്ലോ ഈ ഒരു ഗ്രാമം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശബരി വർക്കല. സ്വന്തം സ്ഥലം തിരുവനന്തപുരത്ത് വർക്കലയാണ്. പക്ഷേ ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു 13 വർഷമായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ തൃശ്ശൂരാണ്, നമ്മുടെ സാൻഡപ്പൻ്റെ നാട്ടിൽ. യെസ്, അപ്പോൾ റെഡ് FM എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അറിയാമല്ലോ, തൃശ്ശൂർ ആകുമ്പോഴത്തേക്ക് തൃശ്ശൂർ സ്ലാങ് കുറച്ച് കൂടുതലാണ്. പക്ഷേ എനിക്ക് ആ സ്ലാങ് വരാറേ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ സൗണ്ട് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതായത് ഈ ആൾക്കാരെ വിളിച്ച് പണി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ മറ്റുള്ളവർക്ക് പണി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു RJ ഒരു ദിവസം വരാതായി. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ആരുമില്ല. അങ്ങനെ കഷ്ടകാലത്തിന് നമ്മുടെ സ്റ്റേഷൻ ഹെഡും അതുപോലെ പ്രോഗ്രാം ഹെഡും എൻ്റെ അടുത്ത് പറഞ്ഞു, ശബരി നീ ഒന്ന് കയറി ഒരു ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം കയറി ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം കയറി അങ്ങ് ഹിറ്റായപ്പോൾ പിന്നെ അത് എൻ്റെ തലയിലായി. അങ്ങനെ ജീവിതത്തിൽ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു പണിയുടെ ഭാഗമായിട്ട് തൃശ്ശൂർക്കാരെ മുഴുവൻ ഏകദേശം ഒരു 10,000 പേരെങ്കിലും തൃശ്ശൂർക്കാരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹലോ മൈ ഡിയർ റോങ് നമ്പറിലെ ശബരിയാണ് ഞാൻ. അപ്പോൾ ഇന്ന് സാൻഡപ്പൻ്റെ ഒരു പുതിയ സംരംഭത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരു ചാനലുണ്ടായിരുന്നു, ശബരി ദ ട്രാവലർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പല പത്രമാധ്യമങ്ങളിലും എൻ്റെ യാത്രകൾ അതിലൂടെ എഴുതാറുണ്ടായിരുന്നു. പിൽക്കാലത്ത് യൂട്യൂബിലൂടെ വീഡിയോസാക്കി അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സാൻഡപ്പനും ഏകദേശം ഒരേ ഫീൽഡിലേക്ക് അവസാനം വന്നു എന്നുള്ളതാണ് ഞാനും സാൻഡപ്പനുമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ വന്നിരിക്കുന്നത് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണല്ലേ. അപ്പോൾ എൻ്റെ യാത്രകളിലേക്ക് വരാം. എന്നെ സംബന്ധിച്ച് വളരെയേറെ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുന്നേ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. അതായത് ഗൂഗിൾ മാപ്പിന് മുന്നേ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. ഇനി സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് നമ്മുടെ SK പൊറ്റക്കാരനോടും അതുപോലെ തന്നെ സന്തോഷ് ജോർജ് ഉള്ളങ്ങര സാറിനോടുമാണ്. കാരണം അവർ ബാക്കി വെച്ച നമ്മുടെ നാട്ടിലെ കുറേ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ എന്നെ അറിയില്ലെങ്കിലും ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ കുറേ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഊട്ടിക്കടുത്തുള്ള കിൻഡൻകോരൈ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മേഘമല, പിന്നെ നമ്മുടെ മന്നവന്നൂർ, പൂണ്ടി, പോളൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ എഴുത്തിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ഒരുപാട് സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ പറ്റി. ആ ഗ്രാമങ്ങളിലൊക്കെ അന്ന് പുറം ലോകം അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ക്യാമറയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ നമ്മുടെ കൊടൈക്കനാലിലെ ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രാമമാണ് പോളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ എത്തിപ്പെടുമ്പോൾ അവിടെ അന്ന് അധികം ആർക്കും സ്മാർട്ട് ഫോണൊന്നുമില്ല, ക്യാമറ ഫോണൊന്നും കാണാനില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പറ്റം കുട്ടികൾ അവിടെ നിൽക്കുക. എല്ലാം മൺവീടുകളാണ്. മൺവീടുകളുടെ മുകളിൽ ഓല അല്ലെങ്കിൽ ഓട് ഒക്കെയാണ്. അപ്പോൾ അവർ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ കുട്ടികളടുത്ത് ഞാനിങ്ങനെ മൊബൈലുമായിട്ട് വീഡിയോ എടുത്ത് ചെല്ലുമ്പോൾ അതിലൊരു 2-3 കുട്ടികൾ വന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമ്പം എൻ്റെ ഫേസ് ഇതിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ ക്യാമറ എന്ത് ചെയ്തു, ഞാൻ മൊബൈലിലാണ്, അപ്പോൾ മൊബൈൽ എന്ത് ചെയ്തു, ഇങ്ങനെ തിരിച്ചപ്പോൾ ഈ കുട്ടികൾ നോക്കുമ്പോൾ അവരുടെ ഫേസ് ഇതിൽ കാണുന്നു. അപ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവരിങ്ങനെ എടുത്ത് തുള്ളിച്ചാടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരു പൊടിക്കൊച്ച്, അവൾ ആദ്യമായിട്ട് അവളുടെ ഫേസ് അതിൽ കണ്ടപ്പോൾ അവൾ സ്വയം മറന്നുപോയിട്ട് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവളെക്കാളും പ്രായമുള്ള ഇത്രയുള്ളൊരു കുട്ടിയെ എടുത്ത് പൊക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ
നമുക്ക് ഇരട്ടി സന്തോഷം നൽകും. അതിലും പിന്നും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല കാലഘട്ടങ്ങളിലൂടെ എന്നെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഞാൻ ഇപ്പോൾ മാഞ്ചോല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഏകദേശം ഒരു 10-15 വർഷം മുന്നെയാണ് പോകുന്നത്, ഒരു 20 വർഷമോ. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ അന്ന് അവിടെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ബസ് പോകുന്നത് തടിപ്പാലത്തിലാണ്. അതെന്നെ ഏറെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം നമ്മളെയൊക്കെ നാട്ടിൽ നമ്മൾ ഇന്ന് കാണുന്നത് കോൺക്രീറ്റ് പാലങ്ങളാണല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു തടിപ്പാലമാണ്, വലിയ ഒരു റിവറിൻ്റെ കുറുകെ ഒരു തടിപ്പാലമാണ്. ഈ തടിപ്പാലത്തിലൂടെ ഒരു ബസ് പോവുക. അപ്പോൾ ഞാനത് വളരെ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിന്നു. കാരണം ആ തടി ഒടിയത്തില്ല, ഇത് എത്ര വർഷമായി കാണും, എത്ര ലോറികൾ അതിലൂടെ പോയി കാണും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ആ തടിപ്പാലത്തിനെ അവിടെ കാണാനില്ല. അത് മെറ്റൽ ബ്രിഡ്ജായി. ഇന്നും ആ നാട്ടിൽ കോൺക്രീറ്റ് പാലം വന്നിട്ടില്ല, അവിടെ ഇന്നും ആ മെറ്റൽ ബ്രിഡ്ജാണ്. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷം മുന്നേ, 20 വർഷം മുന്നേ, ഇപ്പോൾ അങ്ങനെ ഈ 3 കാലഘട്ടങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ വളർച്ച നമ്മൾ നോക്കിക്കാണാറുണ്ടല്ലോ. ഇപ്പോൾ 10 വയസ്സായി, 20 വയസ്സായി, 30 വയസ്സായി എന്നുള്ളത്. അതുപോലെ ഒരു സ്ഥലത്തിൻ്റെ വളർച്ച നോക്കിക്കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി കൂടെയാണ് ഞാൻ കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ യാത്രാ അനുഭവത്തിൽ, ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. സാൻ്റപ്പൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഏറ്റവും നല്ലൊരു കഥ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, അതായത് നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? ചിലർക്കൊക്കെ വിശ്വാസം കാണും, ചിലർക്കൊന്നും വിശ്വാസം കാണത്തില്ല. അപ്പോൾ ഞാൻ എത്തിപ്പെട്ട, അല്ലെങ്കിൽ കുറേ പ്രേതങ്ങളും കുറേ മനുഷ്യരും കൂടെ എന്നെ തല്ലിക്കൊല്ലാൻ പോയ, അല്ലെങ്കിൽ കഷ്ടിച്ച് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു നാട്ടിലെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. എനിക്കൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഈ ക്യാമറയും കൊണ്ട് അത്യാവശ്യം നല്ല പടങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ എവിടേക്കൊന്നുമില്ല, എവിടേക്കെങ്കിലും ഒരു യാത്ര അങ്ങ് പോകും. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പോയ ഒരു സ്ഥലം, അതായത് ഈ സ്ഥലം എൻ്റെ മനസ്സിൽ കയറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, അതായത് 1999 ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ റിലീസായത്. അന്ന് ആ പടം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനുണ്ട്, അതായത് നമ്മുടെ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചിട്ടാണ് കുറേ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗുണ്ടൽപേട്ടിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അന്നത്തെ കാലത്ത് അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അതായത് ഈ സൂര്യകാന്തികൾ ഏറ്റവും കൂടുതൽ പൂക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗുണ്ടൽപേട്ട് അല്ലേ. അപ്പോൾ പിൽക്കാലത്ത് ഈ സിനിമയൊക്കെ കണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് എനിക്കൊരു ക്യാമറയൊക്കെ സ്വന്തമാക്കിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഗുണ്ടൽപേട്ടിൽ പോയിട്ട് നമ്മുടെ ഈ സൂര്യകാന്തി പൂക്കളുടെ ആ മനോഹരമായിട്ടുള്ള മഞ്ഞപ്പൂക്കളുടെ പടങ്ങൾ എടുക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ക്യാമറയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ബസ്സിൽ കയറി പോയി ഗുണ്ടൽപേട്ടിൽ ചെന്നു. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പടങ്ങൾ അടിപൊളി കുറച്ച് പടങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ ചെന്നു. നേരെ നമ്മൾ നടന്ന് കുറച്ച് ബാക്കിലോട്ട് വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറേ പൂക്കളുടെ പാടങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ നിൽക്കുക. അവിടെ ശരിക്കും ഒരു മഞ്ഞ മാറ്റ് വിരിച്ച പോലെ നമുക്ക് തോന്നുന്നത് അല്ലേ. അങ്ങനെ ഞാൻ ആ പടങ്ങളുടെയൊക്കെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുത്തു. ഇപ്പം എൻ്റെ പണ്ടേ ഉള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെപ്പോഴും അറിവില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കാടും മലയും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. മേ ബി ഞാനൊരു കടൽ തീരത്ത് ജനിച്ചുകൊണ്ടാവാം. അപ്പം ഞാൻ ഈ മഞ്ഞപ്പൂക്കളുടെ ഫ്രെയിമൊക്കെ ഇങ്ങനെ വെച്ച് നല്ല പടങ്ങളൊക്കെ എടുത്തു വരിക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതേ രീതിയിൽ ഒരു മഞ്ഞ ബോർഡ്, അപ്പോൾ ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പേര് BR ഹിൽസ്. അപ്പോൾ എനിക്കത് ഞാനൊരു നോട്ടീസ് ചെയ്തു, കൊള്ളാമല്ലോ, നല്ലൊരു ബോർഡ് കാരണമാണ് ഞാൻ നോക്കിയത്. പിന്നെ അതിൻ്റെ അറ്റത്തെ ആ ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. അതായത് ഹിൽസ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു മല കാണുമായിരിക്കും എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുക. ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, കാരണം അന്ന് സോഷ്യൽ മീഡിയയ്ക്കും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനൊന്നും അത്ര പ്രാധാന്യമില്ലാത്തൊരു കാലമാണ്. വെറുതെ അവിടെ നിന്നപ്പോൾ ഞാൻ കണ്ടൊരു ബോർഡിൻ്റെ പുറകെ പോകുന്നതാണ് ഈ യാത്ര എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ മഞ്ഞ ബോർഡിൻ്റെയും ഒരു പടം എടുത്തു. എന്നിട്ട് നേരെ ഗുണ്ടൽപേട്ടിലെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. ഏകദേശം ഒരു ഉച്ച സമയമായി. അപ്പോൾ ഞാൻ ഗുണ്ടൽപേട്ടിൽ കുറച്ചൊക്കെ അവർക്ക് തമിഴ് അറിയാമായിരുന്നു, കന്നഡ എനിക്ക് തീരെ വിഷമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ BR ഹിൽസിൽ എങ്ങനെ പോകണമെന്നുള്ളത് എന്തൊക്കെ മലയാളത്തിലും പകുതി ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു. അവരും കുറേ കന്നഡയിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. അതായത് ഇവിടെ നിന്ന് ചാമരാജ നഗറിൽ പോകണം, ചാമരാജ നഗറിൽ നിന്നാണ് BR ഹിൽസിലേക്കുള്ള ബസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചാമരാജ നഗറിലേക്കുള്ള ബസ് അന്വേഷിച്ചു BR ഹിൽസിലേക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് എനിക്ക് 2:30 ചാമരാജ നഗറിലേക്കുള്ള ബസ് കിട്ടുന്നത്. അപ്പോൾ ഈ ബസ്സിൽ കയറാൻ നേരത്ത് ഞാൻ കണ്ടക്ടറുടെ അടുത്ത് ചോദിച്ചു, ഈ BR ഹിൽസിലേക്കുള്ള ബസ് എപ്പോഴാണ് ചാമരാജ നഗർ? അപ്പോൾ പുള്ളി പറഞ്ഞു, അത്
3:30 അവിടെ നിന്ന് എടുക്കും, അതാണ് ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ബസ് അവിടെ എപ്പോൾ എത്തും? അതൊരു 3:30 കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ് 3:30 കഴിഞ്ഞാണ് അവിടെ എത്തുന്നതെങ്കിൽ എനിക്ക് മറ്റേ ബസ് മിസ്സാവും, എനിക്ക് BR ഹിൽസിൽ പോകാനും സാധിക്കത്തില്ല. പിന്നെ എനിക്ക് ഡേയ്സും ഇല്ല, മൺഡേ തിരിച്ച് ഓഫീസിൽ ജോയിൻ ചെയ്യണം, ഇതൊരു സാറ്റർഡേ ആയിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഈ ബസ്സിൽ കയറി. എന്നിട്ട് കണ്ടക്ടറുടെ അടുത്തും ഡ്രൈവറുടെ അടുത്തും പറഞ്ഞു, സാറേ, അറിയാവുന്ന മലയാളത്തിലും കന്നഡയിലൊക്കെ പറഞ്ഞു, സാറേ ഇങ്ങനെ 3:30 BR ഹിൽസ് ബസ്സിൽ എനിക്ക് പോകണം, ഒന്ന് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബസ്സിലിരിക്കുക, ഇങ്ങനെ സമയം നോക്കി ഇരിക്കുന്നു. കറക്റ്റ് 3:30 ആയപ്പോൾ ഈ ബസ് ചെന്ന് നമ്മുടെ ചാമറായ നഗറിലേക്ക് കയറുമ്പോൾ മറ്റേ ബസ് എടുത്തപ്പോൾ ഈ ഡ്രൈവർ എന്ത് ചെയ്തു, ഡ്രൈവർക്ക് അറിയാമല്ലോ എനിക്ക് ആ ബസ് കിട്ടണം എന്നുള്ളത്, ബസ്സിന് നേരെ കൊണ്ട് കുറുകെ വെച്ചിട്ട് മറ്റേ ഡ്രൈവറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇങ്ങനെ ഇതിന്ന് ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി ഇറങ്ങി ചെന്നു, ആ ബസ്സിൽ കയറി. അപ്പോൾ എനിക്ക് ഇന്ന് വരെ അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ്, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. നേരെ BR ഹിൽസിൽ കയറി. അപ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, BR ഹിൽസിൽ പോകുന്ന വഴിക്കുള്ള ഫോട്ടോസൊക്കെ എടുക്കണം. ഇപ്പോൾ ഈ കർണാടക ബസ്സിൻ്റെ ഒരു നീളം അറിയാമല്ലോ, നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ട്രാവൽ ചെയ്താലേ ഫ്രണ്ടിൽ എത്താൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സീറ്റും ഒക്കെ നോക്കി പോയിട്ട് ഒരു സീറ്റും ഇല്ല. അവസാനം ഞാൻ നോക്കുമ്പോൾ എന്തോ മറ്റേ ദൈവത്തിൻ്റെ കൃപ പോലെ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന ഒരേ ഒരു സീറ്റ്, കറക്റ്റ് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സീറ്റ്. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ വെച്ചു അവിടെ ഇരുന്നു. ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. ഏകദേശം 3:30 എടുത്ത ബസ് ഒരു 5 മണിയോടുകൂടി ഒരു ചെക്ക് പോസ്റ്റിലെത്തുന്നു. അതായത് പിന്നീട് അങ്ങോട്ട് അവിടെ നിന്ന് ഫോറസ്റ്റാണ്. അപ്പോൾ ഈ 5 മണിക്ക് ഈ ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ബസ്സാണ്, പിന്നെ അതുവഴിയുള്ള ഒരു വണ്ടികളും ഉള്ളിലേക്ക് വിടത്തില്ല. അങ്ങനെ 5 മണിക്ക് നമ്മുടെ ഈ ബസ് ഉള്ളിലേക്ക് കയറുന്നു, കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങുന്നു. ഈ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കയറി തുടങ്ങിയതും യാത്രയുടെ രൂപവും ഭാവവും ഒക്കെ മാറി തുടങ്ങിയെന്നുള്ളതാണ്. അതായത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആദ്യം കാണുന്നത് റോഡിൽ 2 സൈഡിലും നിറയെ വെള്ള സോക്സ് ഇട്ട് നിൽക്കുന്ന കാട്ടുപോത്തുകളെയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം നമ്മുടെ ഒരു മേഖല, കാട്, മല, ഇതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്തു, ക്യാമറയൊക്കെ എടുത്ത് കാട്ടുപോത്തിനൊക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ കാട്ടുപോത്തെന്നൊക്കെ പറയുന്ന റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ശരിക്കും നമുക്ക് ചെറിയ വണ്ടിയിലൊക്കെ ആണെങ്കിൽ പോകുന്നെങ്കിൽ പേടിയാവും, ബസ്സിലായതുകൊണ്ട് നമുക്ക് കുറച്ച് ധൈര്യമുണ്ട്. അങ്ങനെ ഈ കാടൊക്കെ ആസ്വദിച്ചു അങ്ങനെ പോവുക. അപ്പോൾ അത്യാവശ്യം അന്ന് നല്ല മഞ്ഞുണ്ട്, ഒരു ജൂലൈ മാസമായിരുന്നു. അപ്പം മഴയും ഉണ്ട്, മഞ്ഞും ഉണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് വിസിബിലിറ്റി തീരെ ഇല്ലെന്ന് പറയാം. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസാണ്. അതായത് ഈ മരങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ വെള്ള മഞ്ഞ് തള്ളിക്കയറി നിൽക്കുന്ന ഒരുപാട് നല്ല പിക്ചേഴ്സ് എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയി ഒരു ഗ്രാമം എത്തുന്നു. ആ ഗ്രാമത്തിൽ കുറച്ച് ആൾക്കാരെയൊക്കെ ഇറക്കി. അപ്പോൾ ട്രൈബ്സാണ് അവിടെ കൂടുതലും ഉള്ളത്. അങ്ങനെ അടുത്ത ആ ഗ്രാമത്തിൻ്റെ പേരെന്ന് പറയുന്നത് കേഗുഡി എന്ന് പറയുന്ന ഗ്രാമമായിരുന്നു കേട്ടോ. ഇതൊക്കെ വീണ്ടും എൻ്റെ ലൈഫിൽ പലപ്പോഴും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കേഗുഡി എന്ന് പറയുന്ന ഗ്രാമം ഞാൻ ആദ്യമായിട്ട് കാണുന്നു, കേൾക്കുന്നു. വീണ്ടും കാട്ടിലൂടെ വണ്ടി അങ്ങനെ പോകുന്നു. പോയി വീണ്ടും നമ്മൾ ഈ ആനകളെ കാണുന്നു, കാട്ടുപോത്തുകളെ കാണുന്നു. പിന്നെ അങ്ങോട്ട് ഭീകരതയായി. അതായത് ആദ്യം തോന്നിയ നമ്മുടെ ഇതൊക്കെ മാറിയിട്ട് കാടിനുള്ളിലേക്ക് കയറും തോറും ഇരുണ്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് ഭീകരതയായി തുടങ്ങി. അങ്ങനെ ഒരു 6 മണിയോടുകൂടി നമ്മൾ ഈ BR ഹിൽസ് എന്ന് പറയുന്ന ആ ടോപ്പിലെത്തുക. സാധാരണ നമ്മൾ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്കറിയാമല്ലേ, ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും? അവിടെ ഒരുപാട് കടകൾ കാണും, ഒരുപാട് വീടുകൾ കാണും, എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ കാണും. ഇങ്ങനെയാണ് നമ്മളൊരു ജംഗ്ഷൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒന്നുമില്ല. ഒരു ചെറിയ തട്ടുകടയിൽ കർണാടകയിൽ അറിയാമല്ലോ, നമ്മളെ കണക്കല്ല ചായ അവിടെ സെർവ് ചെയ്യുന്നത്, ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുക എന്ന്, സ്റ്റീൽ ഫ്ലാസ്കിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കും. അപ്പോൾ ആ 2 ഫ്ലാസ്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു ചെറിയ കട. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. എന്തായാലും ഇവിടെ വന്നതല്ലേ, ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചു. ചായ കുടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം കിട്ടുമോ? ഞാൻ മലയാളത്തിലാണ് ചോദിക്കുന്നത്, പുള്ളി തിരിച്ച് കന്നഡയിൽ ഉത്തരം പറയും. രണ്ടുപേർക്കും കാര്യം മനസ്സിലാവും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ സാറ് ഇവിടെ അങ്ങനെ താമസിക്കാനൊന്നും സ്ഥലങ്ങളൊന്നും ഇല്ല, ആകെ ഉള്ളത് ഇവിടെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഒരു 2 ഹോം സ്റ്റേ മാതിരി ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അന്ന് BR ഹിൽസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിമോട്ടായിട്ടുള്ളൊരു ഗ്രാമം മാത്രമായിരുന്നു, അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിരുന്നില്ല. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഗിരി രംഗനാഥ ടെമ്പിൾ എന്നും പറഞ്ഞിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളുണ്ട്. ഈ ടെമ്പിളിൽ രാവിലെ ആൾക്കാർ വരും, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും പോരും. കാടിനകത്തായതുകൊണ്ട് തന്നെ അധികം ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഒരു ഹോട്ടൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ചായയും കുടിച്ചിട്ട് നേരെ ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു. അവിടെ റൂമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് എനിക്ക് കന്നഡ അറിയത്തില്ല.
അവർക്കാണെങ്കിൽ കന്നഡ അല്ലാതെ മറ്റൊരു ലാംഗ്വേജും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ റൂമുണ്ടോയെന്നൊക്കെ എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ഓക്കെ റൂം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം റൂമൊക്കെ കുറച്ച് വേക്കൻ്റായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അന്നൊന്നും അവിടെ ഒന്നും ആരും താമസിക്കാനില്ല. അപ്പോൾ പിന്നീട് അങ്ങോട്ട് കഥ മാറുകയാണ്. കഥ വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. അതായത് ഒരാളാണെന്ന് പറഞ്ഞതും പുള്ളി പറഞ്ഞു അയ്യോ സാറേ ഇവിടെ റൂം ഫുള്ളാണ്. അപ്പോൾ എനിക്കത് വിശ്വസിക്കാനും തോന്നിയില്ല. എന്നാൽ പുള്ളി അത് റൂം ഫുള്ളാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കി റൂമുകളൊക്കെ വേക്കൻ്റായിട്ട് കിടക്കുകയും ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഇനി വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും, മേ ബി, അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നിറങ്ങി വീണ്ടും നടന്ന് വേറെ 2 ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞു, അവിടത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും ഈ ചായക്കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ ഹോം സ്റ്റേയിലേക്ക് പോകാൻ. അങ്ങനെ ആദ്യത്തെ ഹോം സ്റ്റേയിലെത്തി. അവിടെ ഞാൻ ചെന്നു, ഇങ്ങനെ അറിയാവുന്ന ഭാഷയിലൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്നും എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ കൂളായിട്ട് ആൻസർ പറഞ്ഞു അയ്യോ ഞാൻ ഒരേ ഒരാളേ ഉള്ളൂ, എനിക്ക് മാത്രം താമസിക്കാൻ സ്റ്റേ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുവരെ റൂം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഹോം സ്റ്റേയിലെ ഓണർ പെട്ടെന്ന് അവരുടെ രൂപം മാറി, ഭാവം മാറി. അവർ പറഞ്ഞു അയ്യോ ഇവിടെ റൂമില്ല, റൂം തരാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അത് കന്നഡയിൽ പറയുന്നെങ്കിലും എനിക്ക് മനസ്സിലായി റൂമില്ല എന്നുള്ളത് നമുക്ക് ആംഗ്യം കാണിച്ചാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തോ ഒരു പങ്ക്തികേട് തോന്നി. അതായത് സംതിങ് എന്തോ ഒരു പ്രശ്നമുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പതുക്കെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നു. 3ാമത്തെ ഹോം സ്റ്റേ, അതാണ് ആ ഗ്രാമത്തിലെ ലാസ്റ്റ് സ്റ്റേ ഓപ്ഷൻ. അപ്പോൾ ഞാൻ നേരെ 3ാമത്തെ ഹോം സ്റ്റേയിൽ വന്നു. എന്നിട്ട് സെയിം ക്വസ്റ്റ്യൻ, അവിടെ നിന്നും തിരിച്ച് സെയിം ക്വസ്റ്റ്യൻ, എത്ര പേരുണ്ട്. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി, ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഈ എത്ര പേരുണ്ടെന്നുള്ള ഇവരുടെ ക്വസ്റ്റ്യനിൽ എന്തോ പ്രോബ്ലമുണ്ട്. ഞാൻ എന്നാലും മനസ്സോടെ പറഞ്ഞു ഒരാളെന്ന് പറഞ്ഞു. സെയിം ആൻസർ തന്നെയാണ്. അതായത് ഇവിടെ റൂമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വയ്ക്കുമോ, ഇവിടെ റൂമില്ല എന്ന് കന്നഡയിൽ എന്തൊക്കെയോ അവർ പറഞ്ഞു. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ റൂമൊന്നും കിട്ടിയില്ല, ഒരു കാര്യം ചെയ്യാം, ബസ്സിൽ കയറി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്നു. ഇപ്പോൾ ബസ്സൊന്നും അവിടെ കാണാനില്ല. അങ്ങനെ ഞാൻ നേരത്തെ ആ ചായ കുടിച്ച ആ ചായക്കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇനി അടുത്ത ബസ് എപ്പോഴാണ് എനിക്ക് തിരിച്ചു പോകാനെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത് ഇതൊക്കെ. പുള്ളി പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിറങ്ങിയതായിരുന്നു ലാസ്റ്റ് ബസ്. അതായത് 6 മണിക്ക് ഞാൻ വന്നിറങ്ങിയതായിരുന്നു ലാസ്റ്റ് ബസ്. ഇനി ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ബസ്സില്ല. ഇനി നാളെ രാവിലെ അവിടെ നിന്ന് പുറത്തുനിന്നൊരു ബസ് അകത്തേക്ക് വന്നാലേ അത് തിരിച്ചു പോകത്തുള്ളൂ. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ 5 മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. ഇനി ഉള്ളിലേക്ക് വാഹനങ്ങൾ വരത്തില്ല. ശരിക്കും ഞാൻ പെട്ടു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേയും ഇല്ല, തിരിച്ചു പോകാൻ ബസ്സും ഇല്ല. എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ? നിങ്ങൾ ഈ സമയത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു സിറ്റുവേഷനെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെയൊക്കെ യാത്രകൾ ചെയ്തിരിക്കുന്നുണ്ട്. ഏതൊരു സിറ്റുവേഷനോടും പൊരുത്തപ്പെടാൻ എനിക്ക് വലിയ പ്രശ്നമില്ല. അതായത് ഒരു സഞ്ചാരിക്ക്, നല്ലൊരു സഞ്ചാരി ആണെങ്കിൽ അദ്ദേഹത്തിന് അധികം ഡിമാൻഡ്സ് പാടില്ലെന്നാണ് എൻ്റെ ഒരു വശം. അപ്പോഴാണ് നമുക്ക് ആ ഒരു യാത്രയിലെ എല്ലാ വശങ്ങളെയും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഏറ്റവും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല അനുഭവം ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ബസ് പോകണമെങ്കിൽ പോട്ടെ, ബസ് ഇല്ലെങ്കിൽ വേണ്ട, ഈ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാമെന്ന് തീരുമാനിച്ചു. നാളെ വിളിക്കുമ്പോൾ ബസ് വരുമല്ലോ. അങ്ങനെ ഞാൻ ആ ചായക്കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷെഡ് മാതിരി, അതിനകത്ത് കിടന്നുറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളിയുടെ മറുപടി, പുള്ളി കന്നഡയിൽ പറയുന്നതാണ്. ആനാന്ന് നമുക്ക് ഏത് ഭാഷയിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. പുള്ളി പറയുന്നത് പറഞ്ഞാൽ, അതായത് പുള്ളിയുടെ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്, സാറേ ഇവിടെ ഒന്നും കിടന്നുറങ്ങരുത്. ഈ ബസ് സ്റ്റാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിറയെ ആനയും കാട്ടുപോത്തുമാണ്. കാരണം ഈ കാടിനകത്താണല്ലോ ഈ ഒരു ഗ്രാമം. ആകെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. നമുക്കൊരു 500 മീറ്റർ ചുറ്റളവിലാണ് ഇത്രയും വീടുകളെല്ലാം ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോറസ്റ്റിനകത്തൂടെയാണ് നമ്മൾ വന്നത്. സോ ഈ ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ഈ ആനകളും കാട്ടുപോത്തുകളും ഒക്കെ എന്ത് ചെയ്യും? നേരെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ആ പരിസരത്തൊക്കെ വരും. അതുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങിയാൽ നാളെ നേരം വെളുപ്പിക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് നമുക്ക് ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരും. നെക്സ്റ്റ് എന്ന് തീരുമാനമെടുക്കാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ചിലർക്കെങ്കിലും വന്നു കാണും ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്ക്.
അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇനി എന്തെന്നുള്ളത് എനിക്ക് വേറൊരു ഓപ്ഷനില്ല. അവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ബസ്സും ഇല്ല. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ ഒന്നാമത് തണുപ്പ്, രണ്ടാമത് ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഉത്തരം എൻ്റെ മുന്നിലില്ല. അപ്പോൾ പേടിയായിട്ടാണോ തണുത്തിട്ടാണോ എന്തോ എനിക്കാണെങ്കിൽ വല്ലാത്ത മൂത്രശങ്ക, ഒന്ന് യൂറിൻ പാസ് ചെയ്തോളാൻ വയ്യ. അപ്പോൾ ചില സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലേ, നമുക്കൊരു വെപ്രാളം വരുമ്പോഴത്തേക്ക് നമ്മളൊന്നെങ്കിൽ വിയർക്കും, അല്ലെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിക്ക് അവിടെ തൊട്ടപ്പുറത്തൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ അവിടെ ചെന്ന് ഒരു 2 രൂപയും കൊടുത്തിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ലേഡി, ഒരു ചെറുപ്പക്കാരിയാണ്, അധികം വയസ്സൊന്നുമില്ല, ഒരു 10-18 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ അടുത്ത് അതുവരെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കന്നഡ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് അവിടെ പ്രോപ്പറായിട്ട് ഇവർ പറയുന്നതൊക്കെ കറക്റ്റാണോ എന്ന് പോലും എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്മ്യൂണിക്കേഷൻ വളരെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഈ ലേഡിയുടെ അടുത്ത് വെറുതെ എങ്കിലും ഞാൻ തമിഴാണ് അവിടെ സംസാരിക്കുന്നത്. ലേഡിയുടെ അടുത്ത് ചോദിച്ചു, എങ്കെയാവത് തങ്കറതുക്ക് വല്ല ഇടം ഇറുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ലേഡി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറുക്ക് ചേട്ടാ, തങ്കറതുക്ക് ഇടം ഇറുക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത് ഈ തങ്കറതുക്ക് ഇടം ഇറുക്കെന്ന് പറഞ്ഞതിലല്ല, താമസിക്കാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞതിലല്ല. ആ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഒരാളെടുത്ത് പ്രോപ്പറായിട്ട് എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഒന്ന് സംസാരിക്കാൻ പറ്റി. ആ കുട്ടിക്ക് അത്യാവശ്യം തമിഴ് അറിയാം, തമിഴ് എനിക്ക് ഒരുവിധം ഓക്കെയാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സന്തോഷിച്ച ഒരു നിമിഷമാണ് അവിടെ. അങ്ങനെ എൻ്റെ സങ്കടം ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അതായത് ഇങ്ങനെ എനിക്ക് റൂം കിട്ടുന്നില്ല, ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒറ്റയ്ക്ക് വന്നാൽ റൂം കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായി, എനിക്ക് ഒന്നും തിരിച്ച് പോകാൻ ഒരു നിവൃത്തിയില്ല, ഇവിടെ കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ചേട്ടാ നിങ്ങൾ കവലപ്പെട വേണ്ട, എൻ്റെ അച്ഛൻ ഇവിടുത്തെ വേറൊരു പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതായത് അവിടുത്തെ MLA-മാർ, MP-മാർ, രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിലെ വാച്ചറാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ് ചേട്ടൻ അവിടെ റൂം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. രക്ഷപ്പെട്ട് എന്തായാലും കിടക്കാൻ ഒരു ഇടം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരി ഫോൺ എടുക്കുന്നു, അച്ഛനെ വിളിക്കുന്നു. അപ്പോൾ ഇന്ന് സ്പീക്കറിലാണ് ഇട്ട് വിളിക്കുന്നത്, അപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇங்கே ഒരാൾ വന്നിരിക്ക്, അവർക്ക് എനിക്ക് റൂം എടുക്കാപ്പാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഉണ്ട് മോളെ, റൂം കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ അപ്പാ. അപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ചോദിച്ചു, എവ്വളോ പേര് ഇരിക്കും മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ഞാനും ഈ പെൺകുട്ടിയും ഇങ്ങനെ രണ്ടുപേരും കണ്ണിൽ നോക്കുകയാണ്. കാരണം രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ എനിക്കാകെ ടെൻഷനായി, അവൾക്കും ആകെ ടെൻഷനായി. എന്നിട്ട് അവൾ പറഞ്ഞു, സ്വന്തം അച്ഛനല്ലേ എന്ന് വിചാരിച്ചിട്ടാവാം. അവൾ പറഞ്ഞു, അപ്പോൾ ഒരാൾ മട്ടും താന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് മാത്രമേ പുള്ളിക്കാർക്ക് ഓർമ്മയുള്ളൂ. ആ തെറി മുഴുവൻ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അവളെ മറ്റേ ചന്നം പിന്നെ പുള്ളിക്കാരൻ തെറി വിളിച്ചോളാം. അതൊന്നും ഉണക്ക് അറിവില്ല, അറിവ് കെട്ടമുണ്ട, ഉണക്ക് അറിവില്ല, ഒരാൾ വന്നാൽ എങ്കിൽ എപ്പോഴും തങ്കം എന്നൊക്കെ പറഞ്ഞ്. അതായത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ വന്നാൽ ആരും താമസിപ്പിക്കത്തില്ല, എന്തൊക്കെയോ അവിടെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നീ എന്തിനാണ് ഈ വള്ളി പിടിച്ചു വെച്ചത്, എത്രയും പെട്ടെന്ന് പുള്ളിയെ പറഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വഴക്കായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ എൻ്റെ ആകെ പ്രതീക്ഷയും പോയി. പുള്ളിക്കാരി ഫോൺ കട്ട് ചെയ്ത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇനി ഒരു രക്ഷയില്ല, ചേട്ടൻ തിരിച്ചു വയ്ക്കുമെന്ന് വെച്ചു. അപ്പോൾ ഈ തിരിച്ചു വയ്ക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ തിരിച്ചു പോകും ചേട്ടാ, ഇപ്പോഴേ നടന്നു വയ്ക്കുമെന്ന്. ഞാനപ്പോൾ ആലോചിച്ചു, ഈ 10-30 കിലോമീറ്റർ ഈ കാട്ടിനുള്ളിലൂടെ ഞാൻ തിരിച്ചു പോയാൽ എന്തായാലും എൻ്റെ വീടെത്തത്തില്ല, ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ കാണാം ഈ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി, ഞാൻ അവിടെ തന്നെ നിൽക്കുക, 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഈ പബ്ലിക് ടോയ്ലറ്റ് അടച്ചു. ഇനി ആരും വരാനില്ല, ലാസ്റ്റ് ബസ്സും വന്നു പോയല്ലോ. അങ്ങനെ അടച്ചിട്ട് ഈ പുള്ളിക്കാരി ആ റോഡിലൂടെ പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് നടക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ പുള്ളിക്കാരി ഇങ്ങനെ നടക്കുന്നു, പുള്ളിക്കാരിയുടെ പുറകെ ഞാനും നടക്കുക. അപ്പോൾ കുറച്ച് എത്തുമ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ നോക്കും, ഞാനും അവിടെ നിൽക്കും. വീണ്ടും ഈ പുള്ളിക്കാരി ഇങ്ങനെ നടക്കും, ഞാനും ബാക്കിൽ നടക്കും. അവസാനം പുള്ളിക്കാരി എന്നിട്ട് ചോദിച്ചു, ചേട്ടാ എതുക്കേം പിന്നാടി വരുത്, ചേട്ടാ നീങ്ക എങ്കേയാവത് പോങ്കോ. അപ്പം ഞാൻ അവളടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു സിസ്റ്ററെ, എൻ്റെ ഈ നാട്ടിലാകെ ആശ്രയം നീയാണ്. നീ വിചാരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. എനിക്ക് വേറെ എവിടെയും പോകാൻ നിവർത്തിയില്ല. എനിക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നെങ്കിലും ആ സമയത്തൊക്കെ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. കാരണം നമ്മൾ അറിയാത്തൊരു നാട്ടിലെത്തിപ്പെട്ട് ഇനി നമ്മൾ ഒരിക്കലും ചിലപ്പോൾ പുറലോകം കാണില്ല എന്ന് പോലും വിശ്വസിച്ചു പോയി.
എൻ്റെ ഈ വിഷമം കണ്ടിട്ട് അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ലാസ്റ്റ് ഒരു തടവ കൂടെ ഞാൻ ട്രൈ பண்ணேன், അത് കിടച്ചാൽ നിങ്ങൾ അങ്ങ് തങ്കിക്കോ, ഇല്ലേ നിങ്ങൾ എങ്കേയാവത് പോയി തൊലയെങ്കേ, ഇങ്ങനെയാണ് അവൾ പറഞ്ഞത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ അവൾ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ റെഡിയായിരുന്നു. അങ്ങനെ ഞാനും ഈ പുള്ളിക്കാരെയും കൂടെ നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു കട, ഒരു ചെറിയ പെട്ടിക്കട, അവിടെ എല്ലാം അന്ന് പെട്ടിക്കടകളേ ഉള്ളൂ. അപ്പോൾ ഈ പെട്ടിക്കടകളിൽ ഞാൻ കണ്ട ഒരു മനോഹര കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ കുടിക്കാനുള്ള മനോഹരമായിട്ടുള്ള ഈ നമ്മുടെ ഡ്രിങ്ക്സ് ഇല്ലേ, അതായത് ഈ കളർ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, പച്ച മഞ്ഞ അങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അവിടെ ഏകദേശം ഒരു എന്താണ് നമ്മുടെ ഈ ഒരു ബ്രൗൺ കളർ ഡ്രിങ്ക് ഇങ്ങനെ ഒരുപാട് കുപ്പികളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ വെള്ളം കുടിച്ചോളാനും വയ്യ പേടിച്ചിട്ട്. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ ഈ കടയിലാണ് അവൾ ചോദിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കട കണ്ടപ്പോൾ തന്നെ എനിക്കത് വെള്ളം കുടിച്ചോളാം ഞാൻ വയ്യ. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ ഡ്രിങ്ക് ഒന്ന് മേടിച്ച് വരുമെന്ന് വെച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, എന്നാ ചേട്ടാ അത് ഡ്രിങ്ക് ഒന്നും അല്ലേ, അതായത് അവിടെ പെട്രോൾ പമ്പൊന്നും ഇല്ല, ഈ വല്ലപ്പോഴും ഇവിടെ വരുന്ന അമ്പലത്തിൽ വരുന്നവർക്ക് ഈ പെട്രോൾ പമ്പൊന്നും ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല, 10-35 കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെയല്ലേ വരുന്നത്. അപ്പോൾ ഇവർ ഈ പെട്രോൾ മേടിച്ചിട്ട് ഇത്രയുള്ള ഈ മിറണ്ടയുടെ കുപ്പിയിലും അല്ലെങ്കിൽ ഈ ഫാൻറ്റയുടെ കുപ്പിയിലൊക്കെ നിറച്ച് വെച്ചിരിക്കുക. അതാണ് ഞാൻ കുടിക്കാൻ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അങ്ങനെ ഈ പെട്രോൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും ആദ്യമായിട്ട് കാണുമ്പോൾ അത് കുടിക്കാനുള്ള ഡ്രിങ്ക് ആണെന്ന് അത് മേടിച്ച് കുടിക്കുകയും ചെയ്യും കേട്ടോ. അമ്മാതിരി ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കടയുടെ ഓണർ എടുത്ത് ചോദിച്ചു, ചേട്ടാ റൂം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട്, അപ്പോൾ ഈ പുള്ളിക്കും തമിഴ് അറിയാം. പുള്ളിയുടെ പേര് നാഗേന്ദ്ര റാവു എന്നാണ്. പുള്ളി ബേസിക്കലി തെലുങ്കനാണെങ്കിലും പുള്ളി ബേസിക്കലി കന്നഡക്കാരനാണെങ്കിലും പുള്ളിക്ക് തമിഴ് അറിയാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ആലോചിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇറുക്ക് മോളെ ഇറുക്ക്. അപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി, ഒരു റൂം കിട്ടുമല്ലോ. അങ്ങനെ ചോദിച്ചു, ഓക്കെ ചേട്ടാ എനിക്ക് പരിചയമുള്ള ഒരാളാണ്, റൂം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എത്ര പേരുണ്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ജീവിതത്തിൽ കള്ളം പറയാത്തവരായിരിക്കും നമ്മൾ. പക്ഷേ ചില ജീവിത ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളെ കള്ളനാക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ എൻ്റെ മനസ്സിലേക്കും വന്നത്, ഞാൻ അവളടുത്ത് പറഞ്ഞത്, ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണിക്കുകയാണ്, 2 പേരുണ്ടെന്ന് പറയാം. ഞാനിങ്ങനെ ആഗ്യം കാണിക്കുന്നുണ്ട്. കാര്യം എനിക്കെന്തോ തോന്നി, ഒരാളുണ്ടെന്ന് പറഞ്ഞാലാണല്ലോ റൂം കിട്ടാത്തത്, 2 പേരുണ്ടെന്ന് എന്ന് ഞാനിങ്ങനെ കള്ളം സിഗ്നൽ കാണിക്കുക. പക്ഷെ അവൾ അത് കൂട്ടാക്കിയില്ല. അയാളടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരേ ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കേട്ടതും, നേരത്തെ തമിഴിലെ തെറിയായിരുന്നു ഞാൻ കേട്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് കന്നഡയിലെ തെറി അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങി. എന്തൊക്കെ പുള്ളിക്കാരൻ കാക്കല് കൂക്കലും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങി കന്നഡയിൽ തെറി. അവസാനം എനിക്ക് മനസ്സിലായി ഈ പ്രതീക്ഷയില്ല, ഇത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഈ സഹിയിടൂലേ, ഇങ്ങനെ ചെവി പൊത്തിയിട്ട് എവൾ അവസാനം പറഞ്ഞു, ചേട്ടാ മതിയാക്ക് എന്ന് കന്നഡയിൽ പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കെയർ ഓഫിൽ ഇയാൾക്ക് റൂം കൊടുക്കാൻ പറ്റും, അതായത് എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം, ഇയാൾക്ക് റൂം കൊടുക്കാൻ പറ്റും എന്നിങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ, അതായത് ഈ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു സെക്കൻഡ് ബ്ലാങ്ക് ആവും, അതായത് ഒരു സെക്കൻഡ് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഒരു ശബ്ദവും കാണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ ഫേസ് ചെയ്തത്. അപ്പോൾ പുള്ളി ഇങ്ങനെ മിണ്ടാകുന്നു, ഞാനിങ്ങനെ മിണ്ടാ നിൽക്കുന്നു, ആ പുള്ളിക്കാരി ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചത്, എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടി, ഒരു പബ്ലിക് ടോയ്ലറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടി, ചിലപ്പോൾ ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തു പോലുമില്ല. ഞാൻ എവിടെന്നോ വന്നൊരു മനുഷ്യൻ, എന്നെക്കുറിച്ച് വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കാണിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, എൻ്റെ ഇങ്ങനെ ഫാമിലിയുടെ ഒരു ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് കാണിച്ചപ്പോഴാണ് ഇവർ കുറച്ച് എൻ്റെ അടുത്ത് നിന്ന് അടുത്തത്. അപ്പോൾ എവിടെയോ കിടക്കുന്ന എനിക്ക് വേണ്ടി എന്ത് റിസ്ക്കും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് എനിക്കറിയാത്ത ഒരു പെൺകുട്ടി എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് എനിക്കൊരു റൂം ചോദിക്കുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ഇയാൾക്ക് മറുപടി പറയാൻ അല്ലെങ്കിൽ നോ എന്ന് പറയാൻ സാധിച്ചില്ല. അതിൻ്റെ റീസൺ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതായത് ആ ഗ്രാമത്തിൽ നമ്മൾ ഒരാളെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പറയുന്ന അതാണ്. അതായത് ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ലോണം പഠിച്ച ഒരു കുട്ടി, ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരു കുട്ടിയാണ് ഇവൾ. അതായത് ഇവൾ ഡിഗ്രിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി നിൽക്കുക. അപ്പോൾ ആ ഗ്രാമത്തിൽ ആകെ
എഴുത്തും വായനയൊക്കെ അറിയാവുന്ന, മേ ബി കുറച്ച് ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടി ഇവളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഇവളെ കുറച്ച് റെസ്പെക്റ്റാണ്. അപ്പോൾ ആ കുട്ടിയാണ് ജീവിത സാഹചര്യം കൊണ്ട്, അതായത് ജീവിക്കാൻ വേറെ അവിടെ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല, വേറെ തൊഴിലൊന്നും അവിടെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ 2 രൂപ കളക്ഷൻ ഇരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരുടെയും ജീവിത ചുറ്റുപാടുകൾ എപ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പണ്ട് ഇതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നൊരു കാര്യം ഇതായിരുന്നു. അതായത് ഇപ്പോൾ അച്ഛനെ അന്ന് പഠിപ്പിച്ചത് അച്ഛൻ്റെ ഒരു മാമനാണ്. പുള്ളി അന്ന് ബാംഗ്ലൂർ ജോലി ഉണ്ടായതുകൊണ്ടാണ് അച്ഛനെ പഠിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ, അച്ഛനും ഇതുപോലത്തെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് അച്ഛനൊന്ന് നല്ലവണ്ണം പഠിക്കാൻ പറ്റി. പക്ഷേ മറ്റുള്ളവരാരും പഠിക്കാൻ മോശക്കാരല്ലായിരുന്നു, പക്ഷേ അവർക്ക് അതിന് ബെറ്ററായിട്ടുള്ളൊരു ജീവിത സാഹചര്യമില്ലായിരുന്നു. നമ്മൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണോ എന്ന് ധരിച്ചിട്ട് നമ്മൾ വേറെ ആരെയും പുച്ഛിക്കാൻ പോകല്ലെന്ന് പണ്ട് അച്ഛൻ പഠിപ്പിച്ചു തന്നൊരു പാഠം ഇന്നും എൻ്റെ മൈൻഡിലുണ്ട്. അത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് എൻ്റെ മൈൻഡ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ സൈലൻ്റ് ആണല്ലേ, ആ സൈലൻറ്റിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഇത്രയും കേട്ടോ. അപ്പം ഇദ്ദേഹം ആ സൈലൻറ്റിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ ഒരു കീ എടുത്തിട്ട് ഇവളുടെ കയ്യിലോട്ട് കൊടുക്കുക. ആ കീ എടുത്ത് എൻ്റെ കയ്യിലോട്ട് ഇവൾ തരിക. എന്നിട്ട് ഇവൾ പോകാൻ നേരത്ത് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ചേട്ടാ, നിങ്ങൾ എവിടെ നിന്ന് വന്നെന്നോ നിങ്ങൾ ആരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല, എന്തോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളൊരു നല്ല വ്യക്തിയാണെന്ന് തോന്നുന്നതിൻ്റെ ധാരണയിൽ ആണ് ഞാൻ ഇങ്ങനെ ഒരു റൂം മേടിച്ച് തന്നത്. എനിക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അങ്ങ് നടന്നു പോവുക. അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് പിന്നെ ചോദിക്കുക, റൂം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ കടയുടെ ബാക്ക് സൈഡിൽ ഒരേ ഒരു റൂമുണ്ട്. അതായത് അത് കുറച്ച് ഉള്ളിലേക്കാണ്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കാടും പടലവും ഇങ്ങനെ കുറച്ച് ചെടികളുടെ ഇടയിലേക്കൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പം ഞാനിങ്ങനെ കയറി പോകുമ്പോൾ അവിടുത്തെ ഫ്രെയിമുകളൊക്കെ നല്ല രസമാണ്. കാരണം ഫുള്ളിങ്ങനെ മഞ്ഞ് പുതഞ്ഞ് കിടക്കുക. എല്ലായിടവും ഇങ്ങനെ മരങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും ഒക്കെ മഞ്ഞിങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഓരോ മഞ്ഞ് തുള്ളിയും ആ സമയത്ത് വൈകുന്നേരം ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിലൊക്കെ വന്ന് വീഴും. അപ്പം ഞാൻ ആ കാടിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ഒരു ചെറിയ റൂം തുറന്ന് ഞാനിങ്ങനെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അന്ന് ആ റൂം കിട്ടി. അങ്ങനെ ഞാൻ ഒന്ന് സമാധാനമായിട്ടൊരു 10 മിനിറ്റ് കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ട ആ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ ഒരു ചെറിയ ഹാളുണ്ട്, അവിടെ ഇന്നൊരു ട്രൈബൽ ഡാൻസ് ഉണ്ട്, അത് കാണാൻ വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഫ്രഷപ്പൊക്കെ റെഡിയായിട്ട് ഒരു 7 മണിയോട് കൂടി തന്നെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി കോസ്റ്റ്യൂം എന്ന് പറയാം. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത തലപ്പാവ്, അതൊക്കെ നമ്മൾ ഈ പണ്ട് വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിരുന്നത്, പണ്ട് പോലീസുകാരനെയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ പ്ലാവില വെച്ചും ഓലക്കാല് വെച്ചും തൊപ്പിയും നിക്കറും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെയാണ് ആ ഗ്രാമത്തിലെ കുറേ കുട്ടികൾ അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് അവരുടെ ഒരു ട്രൈബൽ ഡാൻസ്. അതായത് എത്രയോ വർഷം പുറകെയാണ് ആ ഗ്രാമം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് റോഡിലേക്ക് വരിക. വന്നിട്ട് ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ബൈ പറയാൻ നേരത്ത് അവൾ പറഞ്ഞു, ചേട്ടാ കൈ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൈ എന്തിനാണ് കാണിക്കുന്നത്, ഇനി കൈനോട്ടം വല്ലതും ഒക്കെ അറിയാമോ എന്ന് വിചാരിച്ചിട്ട് പോട്ട് എന്തെങ്കിലും പറയട്ടെ എന്ന് വെച്ച് കൈ കാണിച്ചു. കൈ കാണിച്ചപ്പോൾ അവളെ കയ്യിൽ നിന്ന് ഒരു ഓയിൽ എടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു, കുറച്ച് ഓയിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഓയിൽ? അല്ല, ഇതെന്ത് ഓയിലാണ്? അപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ കുളിച്ച് കഴിഞ്ഞ്, ഇനി എനിക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല, നാളെ രാവിലെ ഞാൻ കുളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ ചേട്ടാ ഇത് കുളിക്കുന്നതിനല്ല, ഇത് നെറ്റിയിൽ തേക്കണോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ നെറ്റിയിലൊന്നും തേക്കാറില്ല, കുളിക്കുമ്പോൾ തലയിൽ തേക്കാറേ ഉള്ളെന്ന് പറഞ്ഞു. അയ്യോ അപ്പടിയല്ല ചേട്ടാ, ഇത് നെറ്റിയിൽ തേച്ചിട്ട് താൻ തൂങ്ങണമെന്ന്, അതായത് നെറ്റിയിൽ തേച്ചിട്ട് വേണം കിടന്നുറങ്ങാനെന്ന്. അപ്പോൾ എനിക്ക് ആകെ ഇതിനി ഇവിടുത്തെ വല്ല ആചാരമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പടിയാ ഇங்கே ഞാൻ ചോദിച്ചു, എതുക്ക് ഇത്? ചേട്ടാ ഇங்கே നിറയെ പേയ് ഇருக்கு, അതായത് ഇവിടെ നിറയെ പ്രേതങ്ങളുണ്ട്, രാത്രി ഇത് തേച്ചിട്ട് കിടന്നില്ലെങ്കിൽ ചേട്ടന് ഉറപ്പായിട്ട് പ്രേതം പിടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതായത് നമ്മൾ ഈ പ്രേത പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് ഫസ്റ്റായിട്ട് ഒരു പ്രേതം കയറി വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുക. അപ്പോൾ ശരിക്കും എനിക്കൊരു ഷോക്കായി പോയത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും തന്നതല്ലേ എന്ന് വെച്ചിട്ട് ഇവൾ പോണില്ല. അപ്പം ഞാനെടുത്ത് ഇങ്ങനെ തേച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ അവൾ പറഞ്ഞു അല്ല അപ്പടിയല്ല ചേട്ടാ നല്ലോണം തേക്കണം പറഞ്ഞിട്ട് എവൾ തന്നെ എന്ത് ചെയ്തു, ഈ കൈ കൊണ്ട് എടുത്ത് അവളെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ചു. നമ്മൾ ഭസ്മമൊക്കെ തേക്കുന്ന എനിക്ക് ഇങ്ങനെ അങ്ങ് തേച്ചു. പറഞ്ഞു ഓക്കെ ചേട്ടാ, രാത്രി ഒന്നും പുറത്തൊന്നും ഇറങ്ങല്ല്, ഇവിടെ ഒന്നാമത് വൈൽഡ് ആനിമൽസ് ഉണ്ട്, രണ്ടാമത് പ്രേതമുണ്ട്, അതുകൊണ്ട് യാതൊരു കാരണവശാലും ചേട്ടൻ രാത്രി ഒന്നും പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിലൊന്നും അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, നേരെ റൂമിനകത്ത് കയറി അതൊക്കെ അടച്ചു. ഒരു 9 മണിയോടുകൂടിയൊക്കെ തന്നെ നല്ല തണുപ്പായിരുന്നല്ലോ, പിന്നെ തലേന്നത്തെ യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് നേരെ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന തലേന്നത്തെ മഞ്ഞ് തന്നെ അതേപോലെ ആ വെള്ള ക്യാൻവാസ് പോലെ മഞ്ഞ് ഇങ്ങനെ ഫുള്ള് മൂടിക്കിടക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും BR ഹിൽസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ പോയാൽ കിടു വൈബാണ്. ചിലപ്പോൾ മൂന്നാർ പോലും തോറ്റു പോകും, അത്രയ്ക്ക് കിടു വൈബാണ് ഈ സമയത്ത്. ഭയങ്കര കാറ്റും ഭയങ്കര മഞ്ഞും ആയിരിക്കും. അപ്പം ഞാൻ ഈ മഞ്ഞത്ത് ഇങ്ങനെ പതുക്കെ ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് നേരെ പോകുന്നത്, എനിക്ക് ആ ഗ്രാമത്തിൽ ആകെ അറിയാവുന്നത് ഈ പെൺകുട്ടിയാണല്ലോ, നേരെ ഞാൻ പോകുന്നത് ഈ പബ്ലിക് ടോയ്ലറ്റിൻ്റെ അവിടെയാണ്. നോക്കുമ്പോൾ 6 മണിക്ക് തന്നെ അവൾ അവിടെ വന്നിരിപ്പുണ്ട്. അങ്ങനെ ചോദിച്ചു, ചെന്നപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എപ്പടി തൂങ്ങിയാ, നല്ല തൂങ്ങിയാ, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഒരു പ്രശ്നമില്ലായിരുന്നു, സുഖമായിട്ട് ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, രാവിലെ പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ബിൽഗിരി രംഗനാഥ ടെമ്പിൾ എന്നും പറഞ്ഞാൽ മലയുടെ ടോപ്പിലാണ്, അടിപൊളി ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ രാവിലെ ഫ്രഷപ്പൊക്കെ ആയിട്ട് നേരെ ആ ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതിട്ട് ക്യാമറ എടുത്ത് കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ വെച്ച് നല്ല പടങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു നല്ല കുറേ കുട്ടികളും കുറേ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഒരു നല്ല കുട്ടി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക, ക്യൂട്ടായിട്ടുള്ളത്. ഞാനിങ്ങനെ ക്യാമറയിലൂടെ ആ കുട്ടിയുടെ ആ ചിരിക്കുന്ന മുഖമൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു. അതായത് ഈ ക്യാമറയിൽ കൂടെ മാത്രമാണ് ഞാൻ കാണുന്നത്, അവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും കൊള്ളാമല്ലോ, അച്ഛനും ഇങ്ങോട്ട് നോക്കിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും ക്ലിക്ക് അടിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നു. അതായത് അവിടെ കട നടത്തുന്നവർ, അതിൽ നടന്നു പോയവരൊക്കെ എന്നെ ശ്രദ്ധിക്കുക. ഈ ക്യാമറയിൽ കൂടെ മാത്രമാണ് ഞാനിത് കാണുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ നോക്കുമ്പോൾ ഈ ഫാമിലി എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ആ നടന്നു പോയവരൊക്കെ അവരവിടെ നിന്ന് കുറച്ച് വടിയെടുക്കുന്നു, കുറച്ച് കല്ലെടുക്കുന്നു, ഇതെല്ലാം എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ക്യാമറയിൽ എനിക്ക് തോന്നുകയാണെന്ന് വെച്ചിട്ട് ക്യാമറ ഇങ്ങനെ മാറ്റി ഞാൻ നോക്കിയപ്പോൾ അത് യാഥാർത്ഥ്യമാണ്, ഇവരെല്ലാം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത്ര അടുത്തെത്തി, എന്തായാലും എനിക്ക് മനസ്സിലായി ഇവരെന്നെ തല്ലിക്കൊല്ലാൻ വരെയാണ്. അതിനുള്ള പുറപ്പാടാണ് ആ കണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, എന്തിനാണ് റീസൺ എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓടെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. ഒരു നിമിഷം ഞാൻ അറിയാതെ എൻ്റെ വീട്ടുകാരെയൊക്കെ ഓർത്തുപോയി. കാരണം ഇനി ഞാൻ ഇവരെ ആരെയും കാണാൻ പോകണില്ലെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അതായത് വടിയൊക്കെ എടുത്ത് ഇങ്ങും വരിക. അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ചില സമയത്ത് നമുക്ക് ഈ ദൈവദൂതനെ പോലെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാളിങ്ങനെ കടന്നു പോകും. ഞാൻ നോക്കിയപ്പോൾ തലേന്ന് എനിക്ക് റൂം തന്ന നാഗേന്ദ്ര റാവു എൻ്റെ ഇങ്ങനെ തൊട്ട് ഫ്രണ്ടിലൂടെ പോകണം. ഒരു പരിചയമില്ല എനിക്ക്, കഴിഞ്ഞ ദിവസം റൂം തന്നെന്നുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. ഞാനെന്തോ ഓടിച്ചെന്ന് ഈ പുള്ളി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഹായ് നാഗേന്ദ്ര റാവു അണ്ണാ എപ്പിടി ഇരിക്കുന്നും പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിനിമയിലണക്ക് പെട്ടെന്ന് ഈ നടന്നു വന്നവരിങ്ങനെ ഫ്രീസായി അവിടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവർ നാഗേന്ദ്ര റാവു അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കറിയാം, ഇന്നലെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ താമസിച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം പതുക്കെ അങ്ങ് ബാക്കൗട്ട് ചെയ്ത് തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായില്ല. ഇയാൾക്കാണെങ്കിൽ കന്നഡ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ നേരെ ഓടി വന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അതായത് അവിടെ കുറച്ച് കാലം കൊണ്ട് കുറേ കുട്ടികളെ മിസ്സിങ് ആണ്. കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പരിപാടി അവിടെ കുറച്ച് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10ഓളം കുട്ടികളെ അവിടെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അപരിചിതർ വന്നാലും റൂം കൊടുക്കത്തില്ല. അതായിരുന്നു ആ ഇഷ്യൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് റൂമില്ല എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ച് കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോയത് ഈ ഒറ്റപ്പെട്ട പല ആൾക്കാരെയും, അതായത് യാദൃച്ഛികമായിട്ടും അവിടെ ഇവിടെയൊക്കെ പല ആൾക്കാരെയും കണ്ടവരുണ്ട്. അതുകൊണ്ട് തനിച്ച് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണം, അവരെ റൂം കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതും ഒരു റീസൺ. അതുകൊണ്ടാണ് എനിക്ക് ഇവർ റൂം തരാതിരുന്നതും ഇങ്ങനെ നടന്നതും. അപ്പോൾ ഞാൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ സംഭവം പിന്നെ അപ്പോൾ പെട്ടെന്ന് ഞാൻ റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു
ഇടയ്ക്ക് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഈ ചുവരിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോകും, കുട്ടികളെ കാണാനില്ല. അങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. ആന്ധ്രയിൽ നിന്ന് അങ്ങോട്ട് കുറേ ടീം വന്നിട്ട് ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അവരെ കാണാതായി. അപ്പം മേ ബി ഈ ടീം അന്ന് അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, അവിടുത്തെ കുട്ടികളൊക്കെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുമായിരുന്നു ഒരു റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇത് ഈ പെൺകുട്ടി എനിക്ക് പറഞ്ഞു തന്നതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമഡി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മേ ബി തലേന്നാണ് ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചേനെ, പറയാൻ പറ്റത്തില്ല. അതായത് അവിടെ പ്രേതങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. പൊതുവെ പ്രേതങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രാമമാണ് അവർ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി എല്ലാവരും ഈ നെറ്റിയിൽ എണ്ണ തേച്ചിട്ടാണ് അവർ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രേതം പിടിക്കില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. രാത്രിയൊന്നും അവിടെ ഒരു മനുഷ്യരും പുറത്തിറങ്ങില്ല, അങ്ങനെയാണെങ്കിൽ പ്രേതം പിടിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രേതങ്ങളുടെ ഒരു പരമ്പര തന്നെ അവിടെ ഓടുന്നുണ്ട്. ഇതിലേറ്റവും വലിയ കോമഡി ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഈ പ്രേതം എവിടെ നിന്നാണെന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. അന്വേഷിച്ച് വന്നപ്പോഴാണ് ഏറ്റവും വലിയ പ്രേതം ഉണ്ടായിരുന്നത് ഞാൻ കിടന്ന റൂമിലായിരുന്നു. അത് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ആ റൂമിൽ ഇതിനു മുന്നേ വന്ന് താമസിച്ച 2 പേരാണുണ്ട്. ആദ്യം ഒരാൾ വന്ന് താമസിച്ചു, അയാൾ പിറ്റേന്ന് രാവിലെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം പിന്നെ എപ്പോഴോ വേറൊരാൾ വന്ന് താമസിച്ചു, അയാളും രാവിലെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വിശ്വസിക്കുന്നത് ആ റൂമിൽ താമസിച്ചാൽ പ്രേതം പിടിക്കും, നമ്മളെ കൊല്ലും എന്നാണ്. ആ റൂമിലാണ് ഞാൻ തലേ ദിവസം കിടന്നുറങ്ങിയത്. ഇതുപോലെ വേറെ മരണങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ അന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്രേതം ബാധ ഒഴിപ്പീര് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ അമ്പലത്തിലെ പോയിന്റ് തന്നെയാണ് പോയിട്ട് ചിലർക്ക് അവിടെ ബാധ പിടിക്കും, ആ ബാധയെ ഒഴിപ്പിക്കും, പിന്നെ അവർ ഫ്രീ ആവും. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആ ഗ്രാമത്തിൽ ഞാനന്ന് ആദ്യമായിട്ട് പ്രേതമുണ്ടെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി പ്രേതമുള്ള ഒരു റൂമിൽ കിടന്നു. ഞാൻ അപ്പോൾ ആലോചിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ തലേന്നാണ് ഞാൻ ആ റൂമിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ഒരു സെക്കൻഡ് പോലും ചിലപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ അറിയാതെയൊക്കെ കഥവൊക്കെ വന്ന് അടയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കാറ്റ് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിലിതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചിലപ്പോൾ അറിയാതെ വിശ്വസിച്ചു പോകും പ്രേതം ഉണ്ടെന്നുള്ളത്. പിൽക്കാലത്ത് ഞാൻ ആ ഗ്രാമത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതായത് ഈ ആന്ധ്രയിൽ നിന്ന് വന്ന ഗ്യാങ് ആയിരിക്കാം. അവർ മാക്സിമം ഈ പ്രേതം എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അതായത് ഒരു മനുഷ്യനും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും അങ്ങനെയൊക്കെ അവരെ പേടിപ്പിച്ച് നിർത്തുമായിരുന്നു. അവരുടെ മൊബൈലിന് മെസ്സേജായിട്ടും പിന്നെ പല പോസ്റ്ററുകളും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഗ്രാമത്തിലുള്ള മൊത്തം ആൾക്കാരെയും, അവർക്ക് ഓൾറെഡി പ്രേതത്തിൽ ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രേതമുണ്ടെന്ന് വരുത്തി തീർക്കുകയും അതിൻ്റെ മറവിലൂടെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ പിൽക്കാലത്ത് എനിക്ക് അവിടെ നിന്നൊരു ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരാളെ അവിടെ നിന്ന് പിടിക്കപ്പെട്ടു. പക്ഷേ അവരുടെ ഒന്നും വലിയ ഹിൻ്റൊന്നും കിട്ടിയില്ല. കാരണം ഓരോ ആൾക്കാരെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി താഴെ കൊണ്ട് ചെന്നാൽ, മലയിറങ്ങി കാടിറങ്ങി താഴെ കൊണ്ട് ചെന്നാൽ 1,00,000 രൂപ അവർക്ക് കൊടുക്കുമായിരുന്നു. അതായിരുന്നു അന്നത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവർക്ക് ഈ കൊണ്ടുപോകുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ പ്രേതങ്ങളും മനുഷ്യരും ഒക്കെ ഉള്ള ഒരു ഗ്രാമത്തിൽ ചെന്നതും ആ പ്രേതങ്ങളും മനുഷ്യരും ഒക്കെ എന്നെ തിരിച്ച് ജീവനോട് വിട്ട ഒരു കഥ. ഇത് പിൽക്കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ മാധ്യമത്തിൽ യാത്രാ വിവരണമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല റെസ്പോൺസ് തന്ന ഒരു കഥയാണിത്. അപ്പോൾ ഇനി ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു സംരംഭത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ കേട്ട് കാണും, ഇതിനു മുന്നേ പല കഥകളും നിങ്ങൾ കേട്ട് കാണും അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്താണ് ഒരു ഓപ്ഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഒരു യാത്രയായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ നടത്തിയത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരിക്കും. ചിലപ്പോൾ ഈവൻ ഒരു മഞ്ഞത്ത് നടന്നതാവാം, ചിലപ്പോൾ ഒരു മാനിനെ കണ്ടതാവാം. അതൊക്കെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ആദ്യമായിട്ടൊരു മാനിനെ കാണുന്ന ആളുടെ കഥ വളരെ വലുതാണ്, പക്ഷേ എപ്പോഴും മാനിനെ കാണുന്ന ആളുടെ കഥ വളരെ ചെറുതാവാം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവസരമാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമ്മുടെ സാൻഡപ്പൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ ഒരുപാട് പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ കഥ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും അതിനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ അതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ സാൻഡ ട്രാവലിസ്റ്റ എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലെ വന്നിരുന്ന കഥകൾ സന്തോഷകരമായിട്ട് പറയാം. നിങ്ങളുടെ കഥകളും കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും.